ഹലോ, ഹാപ്പി ന്യൂ ഇയർ. അപ്പം ഞാനും എൻ്റെ രണ്ട് കമ്പനിക്കാരന്മാരും കൂടി പോണത് വളരെ വിവാദമായ ഒരു ഡിഷ് കഴിക്കാൻ വേണ്ടിയാണ്. മലയാളികളുടെ സ്റ്റേപ്പിൾ ഫുഡ് എന്നറിയപ്പെടുന്ന പൊറോട്ടയും ബീഫാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോണത്. ബൈ ദ ബൈ, രണ്ടുപേരെ കണ്ടാലും ഇന്ത്യൻസിനെ പോലെ തോന്നുമെങ്കിലും രണ്ടുപേരും ഇന്ത്യൻസ് അല്ല. രണ്ടുപേരുടെ ആദ്യത്തെ ട്രൈ ആണ്. ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ കുറേ കടകൾ ട്രൈ ചെയ്ത് കൂട്ടത്തിൽ ഭേദം എന്ന് തോന്നിയൊരു കട വേണ്ടി കണ്ടുപിടിച്ചത്. നിങ്ങളെപ്പോലെ തന്നെ എനിക്കറിയാം നാട്ടിലത്തെ അതേ ടേസ്റ്റ് ഒന്നും ഇവിടെ കൊടുക്കാൻ പറ്റില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് അവർക്ക് ട്രൈ ചെയ്യാം. പിന്നെ ഈ രാജ്യത്ത് UK പോലെ ഒരുപാട് ദൂരമൊന്നും ട്രാവൽ ചെയ്യണ്ട പല പല ക്യൂസീൻസ് കഴിക്കാൻ. എല്ലാം നമുക്ക് അടുത്തടുത്ത് കിട്ടും. കാര്യം രാജ്യം മൊത്തത്തിൽ 27 കിലോമീറ്ററല്ലേ ഉള്ളൂ. അതൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് ഈ സംഭവമാണ്, പാർക്കിംഗ് സ്പേസ്. ഇപ്പോൾ ഡാനിയൽ അത് വിജയകരമായി പാർക്ക് ചെയ്തിരിക്കുന്നു. അകത്ത് സീറ്റില്ല, അതുകൊണ്ട് പുറത്തേക്കൊന്നും ഇരിക്കണം, ഇവിടെ ഇരിക്കാം. 3 പേരും 3 സാധനം ഓർഡർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പല ഫോറിനേഴ്സിൻ്റെയും വീഡിയോ കുത്തിയിരുന്ന് കണ്ടിട്ട് ഇന്ത്യൻ ഫുഡ് കഴിച്ചാൽ വയറിന് പണിയിട്ടൊന്നും വിശ്വസിക്കുന്ന ഒരുത്തരാണ് ഇവൻ. അപ്പോൾ ഞങ്ങൾ ഓർഡറിങ് പരിപാടിയിലേക്ക് കിടക്കട്ടെ. പൊറോട്ടയും ബീഫ് മാത്രമല്ല, വേറെയും കുറച്ച് ഫുഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ട്രൈ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. ഇവർക്കറിയില്ല എന്തൊക്കെയാണ് ഓർഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ തന്നെ തീരുമാനിക്കണം. പുള്ളി ഇതെന്താ സംഭവം അറിയാണ്ട് അത് കൺഫ്യൂഷനായിട്ട് വായിച്ചിട്ടിരിക്കുന്നു. സാധാരണ ഈ കട വരുമ്പോൾ ഭയങ്കര തിരക്കൊന്നും ഉണ്ടാവാറില്ല, പക്ഷെ ഇന്ന് ബുക്ക് ചെയ്യാതെ വന്നുകൊണ്ട് സീറ്റ് കിട്ടിയില്ല. ഇവിടെ ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഭയങ്കര പാടുള്ളൊരു പണിയാണ്. പൊറോട്ട എന്താണെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയില്ല. എൻ്റെ എക്സ്പ്ലെയിനിങ് എല്ലാം കഴിഞ്ഞപ്പോൾ അവൻ അതിൽ നിന്ന് മനസ്സിലായത് അതൊരു ടൈപ്പ് ഓഫ് ബ്രെഡാണെന്നാണ്. നമുക്ക് നാട്ടിലാകെ ബ്രെഡ് എന്ന് പറയുമ്പോൾ ഒറ്റ ബ്രെഡല്ലേ ഉള്ളൂ. അല്ല, ഒറ്റ ബ്രെഡല്ല, പല ടൈപ്പ് ബ്രെഡ് ഉണ്ട്. പക്ഷേ ബ്രെഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് അതാണല്ല. പക്ഷെ ഇവർക്ക് ഇത് എല്ലാവരും ടൈപ്പ് ബ്രെഡാണ്. എല്ലാവർക്കും ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല, ഈയിടെ ഭയങ്കര മറവിയാണ്. എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്ക് അടുത്ത പറയാമെന്ന കാര്യം മറന്നു. നിങ്ങൾക്ക് അതുപോലെ ഉണ്ടാകുന്ന എനിക്കറിയില്ല. പക്ഷെ ഇപ്പം ഞാൻ ചായ ഓർഡർ ചെയ്യാം എന്ന് പറയാൻ വേണ്ടി വന്നതാണ്, പക്ഷെ അത് പറയാൻ മറന്നു. മൾട്ടീസാർക്കൊക്കെ ഇന്ത്യൻ ഫുഡ് ട്രൈ ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ബട്ടർ ചിക്കനും ടിക്ക മസാലയാണ്. ഇവിടുത്തെ മിക്ക സൂപ്പർ മാർക്കറ്റിലും അതിൻ്റെ റെഡി ടു കുക്ക് ഗ്രേവി കിട്ടും. ചിലവർ കണ്ടിട്ടുണ്ടാവും, ചിലരത് കഴിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചാണ് ആ 2 സംഭവം എന്തായാലും ഞാൻ ഓർഡർ ചെയ്യില്ല എന്ന്. അങ്ങനെ ഒരുപാട് തിരച്ചിന് ശേഷം 3 ഡിഷ് കൺഫേം ചെയ്തു. ഞങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവൻ പറഞ്ഞത് അവൻ്റെ റൈസ് ഇഷ്ടമല്ലെന്ന്. പിന്നെ എന്ത് ചെയ്യാൻ, അവൻ്റെ ഇഷ്ടങ്ങൾ ഞങ്ങൾ മാറ്റി വെച്ചു. നമ്മൾ 3 സംഭവം ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം പൊറോട്ട ബീഫ് ഫ്രൈ കോംബോ, പിന്നെ ഒരു മസാല ദോശ, പിന്നെ ഒരു ചിക്കൻ ബിരിയാണി, പിന്നെ 3 സാധനങ്ങൾ. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞിട്ട് സാധനങ്ങളെത്തി. മസാല ദോശ എത്തി, പൊറോട്ട എത്തി, ബീഫ് എത്തിയില്ല. താങ്ക് യു. അപ്പോൾ എല്ലാ സാധനവും എത്തിയിരിക്കുകയാണ്. ബീഫ് ഫ്രൈ, ബിരിയാണി, മസാല ദോശ, ബീഫ് ഫ്രൈ. So, who's going to try first? Try this first. How you try? Try this. പൊറോട്ട മസാല ദോശയൊക്കെ എങ്ങനെയാണ് സ്പൂൺ ഫോർ കൊണ്ട് കഴിക്കണമെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. അതുകൊണ്ട് നാട്ടിൽ എങ്ങനെയാണോ കഴിക്കുന്നത് അതുപോലെ തന്നെയാണ് രണ്ടുപേരും കഴിപ്പിച്ചത്. ഇവരെൻ്റെ നാട്ടിലത്തെ കൂട്ടുകാരല്ല എന്നുള്ള കാര്യം ഞാൻ ഇടയ്ക്ക് മറന്നു പോകും. ഇങ്ങനെ കഴിക്കണമെന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ് ഞാൻ കൈ കൊണ്ട് കഴിക്കണത് കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ കഴിച്ചു. നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. ആദ്യം കൈ കൊണ്ട് കഴിക്കാനൊരു മടി ഉണ്ടായിരുന്നെങ്കിലും പിന്നെ എൻ്റെ പ്രാക്ടിക്കാലിറ്റി നോക്കിയപ്പോൾ ഇതാണ് ബെറ്റർ എന്ന് അവർക്ക് തന്നെ തോന്നി. One piece. Okay, thank you. And hopefully. Thank you. Thank you, sir. Why is everything so fucking hot, bro? Take one piece and. ഇവന്റെ കഴിക്കലുണ്ടപ്പോൾ ഞാനാണോ മലയാളി അല്ലെങ്കിൽ ഇവനാണോ മലയാളി എന്ന് ഓർത്ത്. ഇതൊന്നും ജീവിതത്തിൽ കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞ ആളാണ് ബീഫിന്റെ ഒക്കെ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കഴിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പാണ് ബീഫ് ഒക്കെ മേടിക്കുന്ന സമയത്ത് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കഴിച്ച ഓർമ്മ. രണ്ടുപേരോട് എനിക്ക് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ടി വന്നില്ല. രണ്ടുപേരുടെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവരുടെ ഫുഡ് മോശമൊന്നല്ല, ഇവിടുത്തെ ക്യൂസീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ അവർക്കും എല്ലാത്തരം ക്യൂസീൻസും ട്രൈ ചെയ്യാനൊരു ഇഷ്ടം ഉണ്ടാവില്ല. ഇതായിരുന്നു എൻ്റെ അഭിമാന നിമിഷം. എൻ്റെ കൂടെയുള്ള ഇവൻ്റെ വീട് മൊറോക്കോയിലാണ്. അപ്പോൾ മൊറോക്കോയിലെ ക്യൂസീനും നമ്മുടെ ക്യൂസീനും ഏകദേശം സംവാട്ട് സിമിലറാണ്. ഇവരുടെ ഡിഷിലും കൂടുതലും മീറ്റും സാലഡ്സൊക്കെയാണ് വന്നത്. പിന്നെ എനിക്ക് ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു കൺട്രി കൂടെയാണ് മൊറോക്കോ. അവിടുത്തെ മൊറോക്കൻ ഹമാം ഒന്ന് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ചിലപ്പോൾ ഇവൻ്റെ പോരേക്ക് ഞാൻ പോണത് ഫോർ ദ ലോക്കൽ എക്സ്പീരിയൻസ്. മൊറോക്കൻ ഹമാമിനെ പറ്റി നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത് കാണാറുണ്ട്. നമ്മളെ സ്റ്റീം ബാത്തൊക്കെ ചെയ്യിപ്പിച്ച് അവിടുത്തെ ഒരു പ്രത്യേകത കറുത്ത കളറിലൊരു സോപ്പുണ്ട്. അതൊക്കെ ഇട്ട് തേച്ചൊരച്ച് തിരുമി കുളിപ്പിച്ച് റെഡിയാക്കി വിടും. കുളിപ്പിക്കും എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോകണ്ട. ആണുങ്ങളാണ് കുളിപ്പിക്കുന്നത്, പെണ്ണുങ്ങളല്ല. നോട്ട് ദ പോയിന്റ്. ഇവിടെ വന്നിട്ട് ഒട്ടും നടക്കാത്തൊരു കാര്യമാണ് ട്രാവലിങ്. റെസിഡൻസ് കാർഡ് ഉള്ളപ്പോൾ പൈസ ഉണ്ടാവില്ല കയ്യിൽ.
കയ്യിൽ പൈസ ഉള്ളപ്പോൾ കാർഡ് ഉണ്ടാവില്ല. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ട്രാവൽ ചെയ്യാനുള്ള ടൈമും ഉണ്ടാവില്ല. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇതിൻ്റെ അവസ്ഥ. നാട്ടിലുണ്ടായിരുന്നപ്പോൾ റെഗുലറായിട്ട് കഴിക്കുന്ന ഒരു സാധനമായിരുന്നു മസാല ദോശ. പക്ഷെ മാൾട്ടയിൽ മസാല ദോശ നല്ലത് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷേ ഈ കടയിലെ മസാല ദോശ കിട്ടില്ലാനാണ്, ഒന്നും പറയില്ല. ഇടത്ത് എല്ലാവരും പറയും ഈ വെജിറ്റേറിയൻ ഷോപ്പിൽ 100% വെജിറ്റേറിയൻ ഷോപ്പിലെ മസാല ദോശ ഏറ്റവും അടിപൊളിയാണ്. പക്ഷെ ഞാൻ നല്ല വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചേക്കുന്നതൊക്കെ നോൺ വെജിറ്റേറിയൻ കടയിൽ നിന്നാണ്. ഇവരുടെ ഇവിടെ ഉള്ളപ്പോൾ നാട്ടിൽ കൂട്ടുകാരൊക്കെ പോകുമ്പോൾ നിൽക്കൂലേ, ഇപ്പം 3 പേരുള്ളപ്പോൾ കൂട്ടത്തിൽ ഒരുത്തരെ കളിയാക്കുക, ആ സംഭവമാണ്. ഇപ്പം ഞങ്ങൾ 3 പേരും 3 നാഷണാലിറ്റീസ് ഉള്ള ആൾക്കാരാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലാണ് മെയിൻ പരിപാടി. ആകെ ഒരു വ്യത്യാസമുള്ള എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ വേണം കളിയാക്കാൻ, ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് വെച്ച് ബാക്കി എല്ലാം ഒരേപോലെ തന്നെ. ഇവിടെ വന്ന സമയത്തൊക്കെ എൻ്റെ മെൻറ്റാലിറ്റി എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ പോയിട്ട് കൂട്ടുകാരായിട്ട് പൊളിക്കണം, നാട്ടിൽ പോയിട്ട് എല്ലാം നാട്ടിൽ പോയിട്ട് ചെയ്യണമെന്നായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു, നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിന്നതിൻ്റെ പർപ്പസേ 2 കാര്യമാണ്. ഒന്ന് പൈസ ഉണ്ടാക്കാൻ, രണ്ടാമത്തെ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ. ആദ്യത്തെ കാര്യം അത് വരുമായിരിക്കും അല്ലേ. പക്ഷെ രണ്ടാമത്താണ് ഇമ്പോർട്ടൻ്റ് കാര്യം, എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. കാര്യം നാട്ടിൽ നിൽക്കുമ്പോൾ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും, അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കുമ്പോൾ കിട്ടാത്ത പല എക്സ്പീരിയൻസും നമുക്കിങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും വേറൊരു രാജ്യത്ത് പോയി നിൽക്കുമ്പോഴും കിട്ടും. അതിനോട് പലവരും നോ പറയണത് ഈ ഒരു കാര്യം കൊണ്ടാണ്. നാട്ടിൽ പോയിട്ട് ശരിയാക്കാം, നാട്ടിൽ പോയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജയിലിലല്ല, നാടെന്ന് പറഞ്ഞാൽ നമ്മുടെ പരോളമല്ല. പിന്നെ ഇന്ന് ഞങ്ങൾ ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ വന്നത് തന്നെ അവർ പറഞ്ഞിട്ടാണ്. അവർക്ക് ഇന്ത്യൻ ഫുഡ് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവരെ അങ്ങോട്ടും ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ സ്ഥലത്തുള്ള പോലെ ഇവിടെ നല്ല മോശം ഇന്ത്യൻ ഫുഡ് കൊടുക്കുന്ന ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഈ അടുത്ത് ഞാൻ വേറൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കഴിച്ചായിരുന്നു, പിങ്കാർലേക്ക് എന്നാണ് പേര്. ബിരിയാണി കഴിച്ചിട്ട് ഉപ്പുമാവ് പോലെ ഇരിക്കും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഈ ഫുഡ് ഭയങ്കര മോശമാണ്, ക്വാളിറ്റി മോശമാണെന്ന്. അപ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത് പറയണത് നിങ്ങൾ ഇന്ത്യൻ ഫുഡ് കഴിക്കാത്തതുകൊണ്ടാണെന്ന്. പല മോശം റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട്. പൈസ എന്നുള്ള മാത്രം ഒരു കോൺസെപ്റ്റിൽ വർക്ക് ചെയ്യണത്. അങ്ങനത്തെ റെസ്റ്റോറൻറ്റ് കാരണം ഇന്ത്യൻ ഫുഡിന് ചീത്തപ്പേരുണ്ട് കേട്ടോ. കാര്യം എനിക്കറിയാവുന്ന കുറച്ച് ഫോറിനേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഇന്ത്യൻ ഫുഡ് കൊള്ളാം, നല്ല ടേസ്റ്റാണ്, പക്ഷേ ഏകദേശം എല്ലാ കറിക്കും ഒരേ ടേസ്റ്റ് ആണെന്നാണ്. അങ്ങനെ വന്നത് ഇവർ മെയിനായിട്ട് ടിക്ക മസാലയുടെയും ബട്ടർ ചിക്കൻ്റെയും ഗ്രേവി ഉപയോഗിച്ചാണ് മിക്ക കറികളും ഉണ്ടാക്കുന്നത്. എല്ലാ റെസ്റ്റോറൻറ്റും അല്ല, ചില റെസ്റ്റോറൻറ്റ് അങ്ങനെയാണ് വർക്ക് ചെയ്യണത്. എനിക്ക് ഇവിടെ നിന്ന് 2 ഡിഷ് ട്രൈ ചെയ്യാനുണ്ട്. ഒന്നാമത്തെ സംഭവം ഹോഴ്സ് മീറ്റ്. അത് നമ്മുടെ നാട്ടിൽ ഒരു കാരണവശാലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷേ ഇത് മോൾട്ടയിൽ അതൊരു ഫേമസ് ആയിട്ടുള്ള ഡിഷാണ്. പിന്നെ രണ്ടാമത്തെ സംഭവം സ്നെയിൽ. അത് കേൾക്കുമ്പോൾ ഇത്തിരി അറപ്പുണ്ട്, എനിക്കുണ്ട്, പക്ഷേ അതെനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട്. ചിലപ്പോൾ ഞാനിനി ഇവരായിട്ട് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ അത് കഴിക്കാനായിരിക്കും പോണത്. നെയിൽ മീറ്റ് എനിക്ക് ഏകദേശം ഗസ് ചെയ്യാൻ പറ്റും. കാര്യം ഇപ്പോൾ കൊച്ചിക്കാരാണെങ്കിൽ അറിയാൻ പറ്റും. നാട്ടിലൊരു സംഭവമുണ്ട് ഞൗണിക്ക എന്ന് പറഞ്ഞിട്ട്, ഏകദേശം അതിൻ്റെ ഒരു ടേസ്റ്റ് ആവാനാണ് സാധ്യത. മാൾട്ടയിൽ ഹോഴ്സ് മീറ്റൊക്കെ റെസ്റ്റോറൻറ്റിൽ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. കാര്യം എനിക്ക് ഇതുപോലത്തെ ചില വിയേർഡ് സംഭവങ്ങൾ കഴിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം നാട്ടിൽ നിൽക്കുമ്പോൾ അതിന് കുറേ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. കാര്യം ഫോർ എക്സാമ്പിൾ എനിക്ക് മലമ്പാമ്പിൻ്റെ ഇറച്ചി കഴിക്കണമെന്നുണ്ട്. ഇനി വല്ല ചൈനയിലും പോകുമ്പോൾ നടക്കുമെന്ന് നോക്കണം. പിന്നെ ബൂംബാങ്ങിൻ്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്നു ന്യൂസിലൻഡിലേക്ക് വല്ലതും സ്ഥലം മാറിപ്പോയതാണ്. കാര്യം അവിടെ നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ മൃഗങ്ങളെയും നമുക്ക് ഹണ്ട് ചെയ്യാം. പറയാൻ പറ്റില്ല, ചിലപ്പോൾ എൻ്റെ ഫ്യൂച്ചർ ചിലപ്പോൾ ന്യൂസിലൻഡിലായിരിക്കും. ബട്ട് എനിവേ നൗ ഐ ആം ഇൻ മാൾട്ട. അപ്പോൾ നമുക്ക് ഡാനിയലിനോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡെന്ന്. So, if I was to rate the entire dinner, this one 10 out of 10. What is This one was beef fry. this one minus the rice? It's 9. Because With the rice it's like 6. like he don't really like the rice. And you forgot this one. This one solid 9. It was good. I like potato, bro. solid 9. It was good. I like potato, bro. My life, it's potato. I dream of potatoes. So overall it's good. They liked it. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഞാൻ അവർ സംസാരിക്കുന്നതാണ്. എൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. Ramsey, it's not bad. How was this? The beef and parota. Daniel, tell me. Approve, bro. It's burning. No. It's very good. ബില്ല് എത്ര ഒന്നും വന്നില്ല, ഒരു എത്ര ഒന്നുള്ള അഫോർഡബിൾ എന്തോ എനിക്കറിയില്ല, അവർ കണക്കേറ്റി പോയതാണെന്ന്. പക്ഷേ എത്ര ഉള്ളു, ഇറ്റ്സ് ഗുഡ്. ഫുഡ് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. കാറ് കുറച്ച് ദൂരത്താണ് പാർക്ക് ചെയ്തേക്കണത്. പിന്നെ ഈ ഏരിയ കൂടെ നടക്കാൻ നല്ല രസമാണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണിത്. എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയ സ്ഥിതിക്ക് ഇപ്പം തന്നെ തിരിച്ച് വീട്ടിൽ പോകണില്ല. മാൾട്ട നൈറ്റ് ലൈഫിന് വളരെ നല്ലതായതുകൊണ്ടും ഈ ഏരിയ കിട്ടില്ലായതുകൊണ്ടും കുറച്ചേരം ഇവിടെ നടന്ന് ഒരു നാരങ്ങളൊക്കെ കുടിച്ചിട്ട് തിരിച്ചു പോകാൻ ഓർത്ത്. അപ്പോൾ അധികം തിരക്കൊന്നുമില്ലാത്തൊരു സ്പോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.